സീബോക്സ് ആപ്പുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ തനിക്കെതിരെ ഉയരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് വ്യക്തമാക്കി നടൻ ജയസൂര്യ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് താരം തന്റെ ഭാഗം വ്യക്തമാക്കിയത്. കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മൂന്നാം തവണയും ചോദ്യം ചെയ്യാൻ വിളിച്ചു എന്ന പ്രചാരണം ശുദ്ധ നുണയാണെന്ന് അദ്ദേഹം കുറിച്ചു. കേരളത്തെ പിടിച്ചുകുലുക്കിയ ഒരു ഓൺലൈൻ ലേല ആപ്പ് തട്ടിപ്പിൽ മലയാള സിനിമയിലെ ഒരു മുൻനിര നായകന്റെ പേര് വലിച്ചിഴക്കപ്പെടുന്നത് വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി താൻ ഇതിനോടകം തന്നെ 2 തവണ ഇഡിക്ക് മുന്നിൽ ഹാജരായിട്ടുണ്ടെന്ന് താരം സമ്മതിച്ചു. എന്നാൽ മൂന്നാം തവണ ഹാജരാകാൻ സമൻസ് ലഭിച്ചു എന്നത് വ്യാജ വാർത്തയാണെന്ന് അദ്ദേഹം പറയുന്നു. ഡിസംബർ 24, ഡിസംബർ 29 എന്നീ തീയതികളിലായിരുന്നു ജയസൂര്യ കൊച്ചിയിലെ ഇഡി ഓഫീസിൽ ചോദ്യം ചെയ്യലിന് എത്തിയത്. ഈ 2 ദിവസങ്ങളിലും അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ച എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ മറുപടിയും രേഖകളും താൻ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം തന്റെ കുറിപ്പിൽ ഉറപ്പിച്ചു പറയുന്നു. ജനുവരി 7 വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ട് സമൻസ് ലഭിച്ചിട്ടുണ്ടെന്ന വാർത്തകളാണ് കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങളിൽ വന്നത്. എന്നാൽ അത്തരമൊരു നോട്ടീസ് തനിക്ക് ലഭിച്ചിട്ടില്ലെന്നും നുണപ്രചാരണങ്ങൾ നടത്തുന്നവർ തനിക്ക് മാനസിക വിഷമം ഉണ്ടാക്കുന്നുവെന്നും ജയസൂര്യ പറഞ്ഞു. സീബോക്സ് എന്ന ലേല ആപ്പിന്റെ പരസ്യത്തിൽ അഭിനയിച്ചതാണ് ജയസൂര്യയെ കുരുക്കിലാക്കിയത്. ഈ ആപ്പ് വഴി നിരവധി സാധാരണക്കാർക്ക് കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടതായാണ് കണക്കുകൾ. സാധാരണക്കാരെ ആപ്പിലേക്ക് ആകർഷിക്കാൻ താരത്തിന്റെ പ്രശസ്തി ഉപയോഗിക്കപ്പെട്ടോ എന്നതാണ് ഇഡി പ്രധാനമായി പരിശോധിക്കുന്നത്. തട്ടിപ്പിലൂടെ സമാഹരിച്ച കള്ളപ്പണം വെളുപ്പിക്കുന്നതിനായി സിനിമാ മേഖലയിലെ സാമ്പത്തിക ഇടപാടുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംശയിക്കുന്നുണ്ട്. സേവ്ബോക്സ് ഉടമകളിൽ നിന്ന് ജയസൂര്യയുടെ അക്കൗണ്ടിലേക്ക് എത്തിയ തുകയുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമായും ചോദ്യം ചെയ്യൽ നടന്നത്. എന്നാൽ ഇതൊരു പരസ്യ കരാറിന്റെ ഭാഗമായുള്ള പ്രതിഫലം മാത്രമാണെന്നാണ് താരത്തിന്റെ നിലപാട്. ഒരു ഉൽപ്പന്നത്തിന്റെ പരസ്യത്തിൽ അഭിനയിക്കുമ്പോൾ ആ സ്ഥാപനം ഭാവിയിൽ തട്ടിപ്പ് നടത്തുമോ എന്ന് മുൻകൂട്ടി കാണാൻ ഒരു കലാകാരന് കഴിയില്ലെന്ന് ജയസൂര്യ വാദിക്കുന്നു. പരസ്യത്തിനായി സമീപിക്കുന്നവർ തട്ടിപ്പുകാരാണോ എന്ന് തിരിച്ചറിയാൻ നിലവിൽ സംവിധാനങ്ങളൊന്നും ഇല്ലെന്നും താൻ തികച്ചും പ്രൊഫഷണലായ സമീപനമാണ് സ്വീകരിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ കൃത്യമായി നികുതി അടയ്ക്കുന്ന ആളാണ് താനെന്നും താരം പറഞ്ഞു. ഈ കേസിലെ പ്രധാന പ്രതിയായ തൃശൂർ സ്വദേശി സ്വാതിക് റഹീമിനെ 2023 തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ആപ്പിന്റെ പേരിൽ നിക്ഷേപം സ്വീകരിച്ച് ആളുകളെ വഞ്ചിച്ചു എന്നതായിരുന്നു ഇയാൾക്കെതിരെയുള്ള പരാതി. ഇയാളുമായുള്ള താരത്തിന്റെ വ്യക്തിപരമായ ബന്ധത്തെക്കുറിച്ചും ഇഡി അന്വേഷിക്കുന്നുണ്ട്. സ്വാതിക് റഹീമുമായി തനിക്ക് ക്രിമിനൽ ഗൂഢാലോചനയിലോ തട്ടിപ്പിലോ പങ്കില്ലെന്നാണ് ജയസൂര്യയുടെ വിശദീകരണം. സാമ്പത്തിക ഇടപാടുകളെല്ലാം ബാങ്ക് വഴിയാണെന്നും അതിന്റെ രേഖകളെല്ലാം അന്വേഷണ ഏജൻസിക്ക് കൈമാറിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. മൊബൈൽ ആപ്പുകൾ വഴിയുള്ള ലേലവും നിക്ഷേപവും വഴി കേരളത്തിൽ അടുത്ത കാലത്തായി നിരവധി തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സിനിമാ താരങ്ങളെ ഇത്തരം ആപ്പുകളുടെ ബ്രാൻഡ് അംബാസഡർമാരാക്കി മാറ്റുന്നത് ജനങ്ങൾക്ക് സ്ഥാപനത്തിന്മേലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നുണ്ട്. സേവ്ബോക്സ് കേസിൽ ജയസൂര്യയെ കൂടാതെ സിനിമാ മേഖലയിലെ മറ്റ് ചിലരിലേക്കും അന്വേഷണം നീളുന്നതായി സൂചനയുണ്ട്. എന്നാൽ നിലവിൽ ജയസൂര്യ സാമ്പത്തിക ഇടപാടുകളിലാണ് ഇഡി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ജയസൂര്യയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ആദായ നികുതി രേഖകളും ഇതിനോടകം തന്നെ അന്വേഷണ സംഘം വിശദമായി പരിശോധിച്ചു കഴിഞ്ഞു. പരസ്യത്തിന് ലഭിച്ച തുകയേക്കാൾ വലിയ തുകകൾ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നാണ് അവർ പരിശോധിക്കുന്നത്. മാധ്യമങ്ങൾ വസ്തുതകൾ വളച്ചൊടുക്കുകയാണെന്ന് ജയസൂര്യ കുറ്റപ്പെടുത്തി. ഒരു വാർത്ത ലഭിക്കുമ്പോൾ അതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടാതെ അത് ആഘോഷിക്കുന്നത് വ്യക്തിഹത്യയ്ക്ക് തുല്യമാണെന്നും താരം പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളിൽ തനിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളിലും ജയസൂര്യ പ്രതിഷേധം രേഖപ്പെടുത്തി. നിയമവ്യവസ്ഥയിൽ തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും സത്യം വൈകാതെ പുറത്തു വരുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. അന്വേഷണ ഏജൻസികൾ വിളിക്കുമ്പോൾ ഹാജരാകുക എന്നത് തന്റെ കടമയാണെന്നും അത് തുടരുമെന്നും ജയസൂര്യ പറഞ്ഞു. എന്നാൽ ഇല്ലാത്ത കാര്യങ്ങൾ വാർത്തകളാക്കി പ്രചരിപ്പിക്കുന്നത് തന്നെയും കുടുംബത്തെയും വേദനിപ്പിക്കുന്നുവെന്നും താരം കൂട്ടിച്ചേർത്തു. കേരളത്തിലെ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് വലിയൊരു പാഠമാണ്. പ്രശസ്തരായ താരങ്ങൾ അഭിനയിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഒരു സ്ഥാപനം വിശ്വസനീയമാണെന്ന് കരുതരുതെന്ന മുന്നറിയിപ്പും ഇതോടെ സജീവമായിട്ടുണ്ട്. സേവ്ബോക്സ് ആപ്പ് തട്ടിപ്പ് കേസിലെ തുടർ നടപടികൾ വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ജയസൂര്യ നൽകിയ മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ ഇഡി പരിശോധിക്കുകയാണെന്നാണ് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അതേസമയം താരത്തിന് പിന്തുണയുമായി സിനിമാ രംഗത്തെ സുഹൃത്തുക്കളും ആരാധകരും രംഗത്തെത്തിയിട്ടുണ്ട്. നിയമപരമായി മാത്രം ഇടപാടുകൾ നടത്തുന്ന ഒരാളാണ് ജയസൂര്യയെന്നും ഇതിനു പിന്നിൽ മറ്റ് അജണ്ടകൾ ഉണ്ടെന്നും അവർ ആരോപിക്കുന്നു. തന്റെ ഇൻസ്റ്റഗ്രാം കുറിപ്പ് അവസാനിപ്പിക്കുന്നത് തന്നെ ഒരു സത്യസന്ധനായ പൗരൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ്. നിയമത്തോടും അന്വേഷണത്തോടും സഹകരിക്കുന്നത് തുടരുമെന്നും വ്യാജ പ്രചാരങ്ങൾ അവസാനിപ്പിക്കണമെന്നും ജയസൂര്യ അഭ്യർത്ഥിച്ചു.